അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന മീൻ പേതൽ. ഇത് മാർക്കറ്റിൽ നിന്ന് എടുത്ത ദൃശ്യമാണ്. അപ്പോൾ അത് കഷ്ണമാക്കിയിട്ട് തന്നെ അവിടുന്ന് നമ്മൾ കൊണ്ടുവന്നു. അതിൽ അരയ്ക്കാനുള്ള തേങ്ങ, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, പുളി ഇതൊക്കെ അതിൽ ചേർക്കാനുള്ളത്. അത് കഷ്ണമാക്കി തന്നെ കൊണ്ടുവന്ന മീൻ ഇനി ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ്. 1/2 കിലോ മീനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇന്ന്. അപ്പോൾ ഇതാണ് നമുക്കിന്ന് എടുക്കാനുള്ള മീൻ. ഇനി അത് വലിയ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മുറിച്ച് റെഡിയാക്കുക. പിന്നെ അത് വെക്കാനും വറക്കാനുള്ളത് മാറ്റി വയ്ക്കണം. ഇഞ്ചി ഇട്ടു. ഇനി ചുവന്ന മുളക് പൊടി, പിന്നെ തക്കാളി അതിൽ അരിഞ്ഞിടുന്നുണ്ട്. ഇത് കറി വയ്ക്കാനുള്ളതാണ്. തൊട്ടപ്പുറത്ത് ഇതാ വറക്കാനുള്ളത്. ഇനി അതിലേക്ക് മഞ്ഞപ്പൊടി അതും ചേർക്കാണ്. പിന്നെ പച്ചമുളക് കീറിയിടുക. ഇതാ പുളി പിഴിഞ്ഞ് പാരാം. മല്ലിപ്പൊടി, വറുത്ത മല്ലിപ്പൊടി അതാണ് ചേർക്കുന്നത്. ഞങ്ങൾക്ക് നന്നാക്കി ഒന്ന് ഇളക്കി വൃത്തിയാക്കി വയ്ക്കാം. പിടിക്കുക. ഇതാ ഉപ്പും ഇട്ട്. ഇതാ വറക്കാനുള്ളതും തിരുമ്പി റെഡിയാക്കി വയ്ക്കുകയാണ്. മസാലയൊക്കെ ഒന്ന് ശരിക്കും പിടിക്കട്ടെ. ഇതാ കറിക്കുള്ളത് അടുപ്പത്ത് വയ്ക്കാം. അപ്പം എല്ലാ ചേരുവകളൊക്കെ ചേർത്ത് നേരെ ചട്ടിയിലിട്ട് വേവിക്കാം. ഇതാണ് അരവ്. അപ്പോൾ അരവും കൂടി കൂട്ടി ഒക്കെ ഇളക്കി റെഡിയാക്കി വയ്ക്കുകയാണ്. ഏകദേശം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. മീൻകറി കൊണ്ട് പെട്ടെന്ന് തിളയ്ക്കും. അത് നല്ല തിളച്ച് വരുന്നുണ്ട്. എന്തൂല്ലേ ഏകദേശം വേവാനായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കറിവേപ്പില ഇടാം. അപ്പോൾ നമ്മൾ കറി വാങ്ങി വയ്ക്കുകയാണ്. ഇനി വെളിച്ചെണ്ണ തെളിച്ച് നല്ല ചെറിയ ഉള്ളി വഴറ്റിയിടുക അതിലേക്ക്. അപ്പോൾ ഇതാ അതും കഴിഞ്ഞു. അപ്പോൾ വറവ് ഇട്ടു. ഇനി നമ്മൾ മീൻ വറക്കുകയാണ്. അങ്ങനെ വെളിച്ചെണ്ണയിൽ മീൻ വറക്കുന്നതാണിത്. വെളിച്ചെണ്ണ വേണമെങ്കിൽ കുറേശ്ശെ പറഞ്ഞു കൊടുക്കാം ആവശ്യത്തിന്. രണ്ട് ഭാഗവും നന്നായിട്ട് മുരിച്ചെടുക്കാം. അത് മറച്ചിട്ടു. നമ്മളെ മീനും ഇവിടെ ആയി. കറിയും വറുത്തതും ആയി. ഇനിയിപ്പോൾ നമുക്ക് ഊണഴിക്കാം. ഇന്ന് ഒരു
ഇഞ്ചിത്തൈര് അതുമുണ്ട്. അപ്പോൾ ഇത് എനിക്ക് കഴിക്കാനുള്ളതാണ്. അതിൻ്റെ കഷ്ണം ഒന്ന് കഴിക്കാം. കറി വെച്ചത് അത് നല്ല നല്ല ടേസ്റ്റ്. വറുത്തത് നോക്കാം. വറുത്ത് നല്ല രസമുണ്ട്.